KCAയിലെ പീഡനത്തിലെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും പരാതി നൽകി രക്ഷിതാക്കൾ. പ്രതിയായ ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ ഭാര്യയെയും സുഹൃത്തിനെയും ചോദ്യം ചെയ്യണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തകൃഷ്ണൻ, വളരെ ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിട്ടും ഇപ്പോഴും KCAയുടെ ഭാഗത്ത് നിന്ന് ന്യായീകരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷിതാക്കൾ കേസുമായി മുന്നോട്ട് പോകുന്നതും ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതും. മുന്നോട്ട് അവരെങ്ങനെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം? മോത്തി, ക്രിക്കറ്റ് പരിശീലകനായ മനുവിനെതിരെ 6 പോക്സോ കേസുകളാണുള്ളത്. ഈ കേസുകൾ അന്വേഷിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു അന്വേഷണം വേണം എന്നാണ് ഈ പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രിക്കും കായിക മന്ത്രിക്കും രക്ഷിതാക്കൾ പരാതി നൽകിയത്. ഈ പരാതിയിലെ പ്രധാന ആവശ്യം ഇത് മനുവിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല. ഇതിനകത്ത് ഒരുപാട് ഈ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പണമിടപാടും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സൈബർ സെല്ലിനെ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ചിന്റെ വിപുലമായ ഒരു അന്വേഷണം വേണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം തന്നെ കോച്ച് മനുവിന്റെ സുഹൃത്ത്, മനുവിന്റെ ഭാര്യ, ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം. ഇവരുടെ ഫോണുകൾ പിടിച്ചെടുക്കണം, ഇവരുടെ ലാപ്ടോപ്പുകൾ പരിശോധിക്കണം, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം. ഈ ആവശ്യങ്ങളും ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മനുവിന് സഹായകമായ ചില വനിതാ കളിക്കാർ KCAയിൽ ഉണ്ടായിരുന്നു. അവരെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം. അതിനൊപ്പം തന്നെ നിലവിൽ അതിക്രമത്തിനിരയായിട്ടും അത് പുറത്തു പറയാൻ മടിക്കുന്ന കുട്ടികളുമുണ്ട്, അവരുടെ രക്ഷിതാക്കളുമുണ്ട്. അത്തരം രക്ഷിതാക്കളെ കണ്ടെത്തി നടപടിയെടുക്കണം എന്നുള്ള ആവശ്യവും ഈ പരാതിയിലുണ്ട്. അതിനൊപ്പം നേരത്തെ മനുവിന്റെ പീഡനം സഹിക്കാതെ ഒട്ടേറെ കുട്ടികൾ KCAയിലെ പരിശീലനം മതിയാക്കി മടങ്ങിപ്പോയിട്ടുണ്ട്. അവരെയും കണ്ടെത്തി കൗൺസിലിംഗ് നൽകി അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്.